നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത 3 വീഡിയോസായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി ക്ലാരിറ്റി തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലാസ്റ്റ് ചെയ്തത് വൂം ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 3 വീഡിയോസാണ്. ഇതിൽ ആദ്യത്തേത് വൂം ഹീലിംഗ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറഞ്ഞു തന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ ആ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ചെയ്തത് ഇത് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ ഡൗട്ട്സ് എന്നിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു Q&A സെഷൻ പോലൊരു വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇന്നാണ് ജൂലൈ 15, ഇന്ന് 8:30 നമ്മുടെ മെഡിറ്റേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഓൾറെഡി ഞാൻ ഈ 3 വീഡിയോസിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. വീണ്ടും പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, പക്ഷെ ചോദിക്കുന്നതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. നിങ്ങളൊന്ന് ആ വീഡിയോസ് ഒന്ന് ശ്രദ്ധിക്കുക കേൾക്കുന്ന സമയത്ത്. കാരണം സമയത്തിൻ്റെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് 8:30 കയറാൻ പറ്റില്ല, എന്താ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. കാരണം 8:30 ശേഷം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. കാരണം ഞാൻ 24 hours നേരത്തേക്കത് പ്രോഗ്രാം ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും 8:30 ആകുമ്പോഴാണ് ഞാൻ ആ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആ ഒരു 24 hours ഉള്ളിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കേൾക്കാം. അതുപോലെ നെക്സ്റ്റ് ഡേ സെയിം ടൈം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഒരു 30 മിനിറ്റുള്ള ഒരു ഓഡിയോ ആണ്. സോ ആ ഒരു 30 മിനിറ്റ് വിഷ്വലൈസ് ചെയ്തിട്ട് ആ പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്ത് ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 16 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമുക്ക് ആ ഒരു എനർജി ഉണ്ട്, സാക്രൽ ചക്രയിലുള്ള ഒരു എനർജി ഉണ്ട്. ഈ സാക്രൽ ചക്രയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യിങ് യാങ് എനർജിയെ പറ്റിയിട്ട്. അതായത് ഇവിടെ ഒരു മസ്കുലിൻ ഫെമിനിൻ എനർജി ഉണ്ട്. സോ നമ്മുടെ സാക്രൽ ചക്രയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു ഫെമിനിൻ എനർജിയാണ്. സോ ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിലുള്ള ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നൊരു മെഡിറ്റേഷൻ കൂടിയാണ് ഈ ഒരു വൂം ഹീലിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫെമിനിൻ എനർജിയാണ് നിങ്ങളിലേക്ക് എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു വൂം ഹീലിങ്ങിൽ അത് ബൂസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിലായാലും ഫീമെയിൽ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്തൊരാൾ ചോദിച്ചതാണ്, ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്ക് ചെയ്യാൻ പറ്റുമോ? സെയിം ആൻസറാണ് എനിക്ക് തരാനുള്ളത്. ഏജ്ഡ് ആയിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല, അവർക്ക് വിഷ്വലൈസ് ചെയ്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏത് ഏജിലുള്ള ആൾക്ക് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതുപോലെ വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു വൂം ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള മെഡിറ്റേഷൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഹാഫ് ആൻ അവർ ഉണ്ട് എന്നുള്ളത്. കറക്റ്റ് 30 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. നോ തോട്ട് മെഡിറ്റേഷൻ വലിയ കുഴപ്പമില്ല. അതല്ലാണ്ടുള്ള മറ്റ് മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ സ്വീകരിച്ച് മൂന്നും കൂടെ ഒരുപോലെ നമ്മൾ സംയോജിപ്പിച്ചിട്ടാണ് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. സോ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സോളിനും ഇത് ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് ആവരുത്. കാരണം ഇത് നിങ്ങൾ പേയ്മെൻറ്റൊക്കെ തന്നിട്ട് ചെയ്യുന്നതല്ലേ. സോ 21 ദിവസം നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ചെയ്യേണ്ടെന്നാണ് അഭിപ്രായം. പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് പീരീഡ്സിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
തീർച്ചയായും ചെയ്യാം. പീരീഡ്സിൻ്റെ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഭയങ്ങളാവാം, അതുപോലെ തന്നെ അതിനോടുള്ള വിരക്തി, ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു അവസ്ഥ, അതുപോലെ ഒരു ഇമോഷൻ പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചാലൊരു ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു പേടി, അതുപോലെ തന്നെ സെക്ഷുവൽ അബ്യൂസ്, ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് വൂം ഹീലിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പം ചില ആൾ എൻ്റെ അടുത്ത് പറയും സെൽഫ് ലവ് പ്രശ്നമാണ്, എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം നിങ്ങളിലെ സെൽഫ് ലവ് വർക്കാവുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വൂം ഹീലിംഗ് ചെയ്യണം. അതായത് സാക്രൽ ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. അത് പാസ്റ്റ് ലൈഫിലതാവാം, അല്ലെങ്കിൽ ഈ ലൈഫിലതാവാം. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ട്രോമ കൊണ്ടാണ് നമ്മളിലേക്കത് വർക്കാവാത്തത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ക്ലിയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഏതൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് മുൻപോട്ട് പോകുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് വൂം ഹീലിംഗ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയൊരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ജേണിയൊന്നും അല്ല എങ്കിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് വൂം ഹീലിംഗ്. സോ ഇന്ന് രാത്രി 8:30 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് 21 days ആണ് ഹീലിംഗ് കൊടുക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇതിൽ ഒന്നാമത്തത്, ദയവ് ചേർന്നിട്ട് 8:30 ആവാൻ നിൽക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കരുത്. കാരണം ഞാൻ ഓൾറെഡി പേ ചെയ്ത് വെച്ച ആളുകൾക്ക് ഓഡിയോ സെൻഡ് ചെയ്യുന്ന തിരക്കിലും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് അയക്കുന്ന തിരക്കിലുമായിരിക്കും. അതിൻ്റെ ഇടയിൽ വന്നിട്ട് മെയിൽ അയക്കുകയും അതുവരെ വിളിക്കാണ്ട്, എൻ്റെ നമ്പർ ഓൾറെഡി ഉള്ള ആൾക്കാരെ തന്നെ അതുവരെ വിളിക്കുകയും അവർക്ക് അതുവരെ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഈ ഒരു ടൈം ആകുമ്പം എവിടെ നിന്നാണ് ഡൗട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ചോദിക്കുക, മാം എന്തിനാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, എന്നെ ചേർക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേരുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കുക. നമ്മളൊരു പ്രോഗ്രാം വെക്കുമ്പോൾ ആ ഒരു ടൈമിന് വന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ അതേ പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നത്. ഓക്കെ, കാരണം 10 മണിക്കുള്ള വീഡിയോന് 9:50-നും 9:55-നും മെയിൽ അയച്ച് കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്. മേ ബി അതവർ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇത്തിരി ഡിലേ ആയിട്ട് കണ്ടിട്ടാവാമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്പർ കയ്യിലുള്ള ആൾക്കാർ ആ സമയത്ത് വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നിൽക്കരുത്, വിളിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം, പേ ചെയ്യാം എന്നും പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് പേ ചെയ്യാം, നമുക്ക് താല്പര്യമുണ്ട്, ഞാൻ 15-നുള്ളിൽ പേ ചെയ്യാം എന്നും പറഞ്ഞിട്ട് പേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ചേരുന്നില്ലേന്ന് ചോദിക്കില്ല. കാരണം നിങ്ങളുടെ താല്പര്യമാണ്. സോ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുൻപായിട്ട് പേ ചെയ്ത് വെക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്ക് ചിരിയാണ് വരുന്നത് ഈ ഒരു കാര്യം പറയുമ്പോൾ. കാരണം ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വൂം ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള Q&A. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദയവായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. കാരണം എനിക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ എൻ്റെ നമ്പർ തരാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി എത്രയോ തവണ പറഞ്ഞതാണ്. ആ വീഡിയോൻ്റെ താഴെ എനിക്ക് കമൻറ്റ് ചെയ്യാണ്, വാട്സപ്പ് നമ്പറും തരാമോ. അപ്പം നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളത് പകുതി കേട്ടിട്ടാണോ ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. അത് മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. എത്ര തവണ സെയിം കാര്യം പറഞ്ഞാലും അത് തന്നെയാണ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എനിക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ നമ്പർ വെക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. സോ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ, അതായത് ഹീലിങ്ങിനാണെങ്കിലും മെഡിറ്റേഷനാണെങ്കിലും അറ്റോൺമെൻറ്റിനാണെങ്കിലും
നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും ഒന്ന് മെയിൽ ചെയ്താൽ മാത്രം മതി. ഞാൻ അങ്ങോട്ട് വിളിച്ച് നിങ്ങളോട് സംസാരിക്കും. അതും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. എൻ്റെ കോള് കിട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എത്ര സമയം ഞാനിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും കേട്ട് നിങ്ങൾക്ക് ഏത് തരം ഹീലിംഗ് ആണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങി A to Z കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ അനാവശ്യമായിട്ട് മിസ്യൂസ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്പർ വെക്കാത്തത്. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ദയവായി ഈ വീഡിയോൻ്റെ താഴെയും വാട്സപ്പ് നമ്പർ തരാമോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. സോ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വൂം ഹീലിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് മെയിൽ ചെയ്യുക. സോ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.